നിലച്ചുപോകുമായിരുന്ന ഒരു ഹൃദയതാളം തിരിച്ചു കിട്ടിയിട്ട് 1 വയസ്സ് പൂർത്തീകരിച്ചു. ആരക്കുന്നം ഊഴക്കോട് കടപ്പുറത്ത് ശ്രുതിയുടേതാണ് ഹൃദയം മാറ്റുകൽ ശസ്ത്രക്രിയ നടത്തി നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ജീവൻ തിരിച്ചുപിടിച്ചിട്ട് 1 വർഷം തികഞ്ഞത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് ശ്രുതി ജീവൻ മരണ പോരാട്ടം നടത്തി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ വീണ്ടും കുടുംബത്തിന് പുതുജീവൻ നൽകിക്കൊണ്ട് തിരിച്ചു വന്നത്. കുടുംബവും നാടും കണ്ണീരോടെയും പ്രാർത്ഥനയോടെയും കാത്തിരുന്ന ആ നിമിഷം ഇന്നും അവർ ഓർക്കുന്നു. ജീവിതം തുടങ്ങുന്നതിനു മുമ്പേ, നല്ല വസന്തങ്ങൾ അറിയുന്നതിനു മുമ്പേ കണ്ണീരിനും കഠിനവേദനയ്ക്കും കീഴ്പ്പെട്ട് ജീവിച്ച പെൺകുട്ടി ഒടുവിൽ മരണത്തിലേക്ക് കാൽവെച്ച് നീങ്ങിയപ്പോൾ ശസ്ത്രക്രിയയിലൂടെ ജീവന്റെ നല്ല വസന്തങ്ങൾ തിരിച്ചറിയാൻ അവൾ തിരിച്ചെത്തി. ആ പെൺകുട്ടി ഇന്ന് സന്തോഷവതിയാണ്. ദൈവങ്ങൾക്കൊപ്പം കുടുംബങ്ങളോടും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്നെ രക്ഷിച്ച എല്ലാവരോടും നന്ദിയുള്ളവളായി എളിമയോടുകൂടി നിൽക്കുകയാണ്. മുന്നിലുള്ള ജീവിതത്തെ ശോഭപൂർണ്ണമാക്കുവാൻ 17-ാം വയസ്സിലാണ് ശ്രുതിക്ക് ഹൃദയ സംബന്ധമായ അസുഖം തുടങ്ങിയത്. എറണാകുളം ലിസി ആശുപത്രിയിലാണ് ചികിത്സ നടത്തിയിരുന്നത്. കൂലിപ്പണിക്കാരനായ ശ്രുതിയുടെ പിതാവ് ശശി ചികിത്സയ്ക്കുള്ള പണം നന്നേ കഷ്ടപ്പെട്ടാണ് കണ്ടെത്തിയിരുന്നത്. അസുഖം കലശലായതിനാൽ ലാബ് ടെക്നീഷ്യൻ ജോലിക്ക് പോയിരുന്ന ശ്രുതിക്ക് ജോലിയും ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതോടെ 4 പേരടങ്ങുന്ന ഈ കുടുംബം കടബാധിതയിലുമായി. ശ്രുതിക്കാണെങ്കിൽ അസുഖം രൂക്ഷമായതോടെ അടിയന്തരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണമെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചു. പകരം മാറ്റിവെക്കലിന് ഹൃദയവും ലക്ഷക്കണക്കിന് രൂപയും വേണ്ടിവന്ന സാഹചര്യത്തിൽ ശ്രുതിയുടെ മാതാപിതാക്കൾ കൺമുമ്പിൽ ജീവൻ പൊലിഞ്ഞു പോയേക്കാവുന്ന അവസ്ഥയിൽ കിടക്കുന്ന മകളും മകളുടെ ശസ്ത്രക്രിയ നടത്തി ജീവൻ പിടിച്ചെടുക്കുന്നതിനുള്ള പണമില്ലാതെ ശൂന്യാവസ്ഥയിൽ നിന്നപ്പോഴാണ് ഒരു മടി കാണിക്കാതെ കൈമെയ് മറന്ന് രാഷ്ട്രീയ ചിന്തകൾ മറന്ന് എടക്കാട്ടുവേൽ ആരക്കുന്നം ഗ്രാമവും മുളന്തുരുത്തി പഞ്ചായത്തും ഒത്തുചേർന്ന് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 10 ലക്ഷത്തിലധികം രൂപ സ്വരൂപിച്ചത്. അങ്ങനെ അപകടത്തിൽ മരണമടഞ്ഞ ചങ്ങനാശ്ശേരി സ്വദേശി ജോസഫ് മാത്യുവിന്റെ ബന്ധുക്കളുടെ കാരുണ്യവും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ അർപ്പണവും കൂടിയായപ്പോൾ 42 ദിവസം കൊണ്ട് 17 വയസ്സിന് മുമ്പുള്ള ചുറുചുറുക്കുള്ള മിടുക്കി പെൺകുട്ടിയായി ശ്രുതി ആശുപത്രി കിടക്കയിൽ നിന്നും ഊഴക്കോട്ടെ വീട്ടുമുറ്റത്തെത്തി. ഇടയ്ക്ക് ഇൻഫെക്ഷൻ പിടിപെട്ടെങ്കിലും എല്ലാ മാസത്തെയും പരിശോധനയും മരുന്നുമായി അവൾ മിടുക്കിയായിരിക്കുന്നു. ഇപ്പോൾ ശ്രുതിയും കുടുംബവും സന്തോഷമായി കഴിയുന്നു. താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് 1 വർഷം തികഞ്ഞ സന്തോഷവും ഒപ്പം ജീവൻ തിരിച്ചു കിട്ടാൻ സഹായിച്ചവരോടുള്ള കടപ്പാടുമായാണ് 24 വയസ്സുകാരെ ഈ പെൺകുട്ടിയും കുടുംബവും കഴിയുന്നത്. മറക്കാനാവാത്ത ആ ഓർമ്മ നനവാർന്ന കണ്ണുകളോടെ അവൾ ഐവിഷ്ണോട് പങ്കുവച്ചു. എനിക്ക് വേണ്ടി ഒരുപാട് ഇവിടെ സഹായവും ഇതൊക്കെ ചെയ്ത എല്ലാ നാട്ടുകാർക്കും അങ്ങനെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് ഹാർട്ട് താനായിട്ട് തന്ന കുടുംബാംഗങ്ങൾക്ക് അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പറഞ്ഞോളൂ. അവരെ കാണാൻ പോയിട്ടില്ല, കോണ്ടാക്ട് ഉണ്ട്. കാണാൻ എനിക്ക് യാത്ര, അവര് ചങ്ങനാശ്ശേരിയിലുള്ളവരാ, അപ്പൊ അതുകൊണ്ട് കാണാൻ പോകുക അത്ര ഇതല്ല. ഇച്ചിരി ലോങ് ആയതുകൊണ്ട് നമുക്ക് അത്രയും യാത്രയുടെ ഇത് ബുദ്ധിമുട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോണം എന്നൊരു ആഗ്രഹമുണ്ട്. വരാന്നവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ വീണ്ടും പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാതെ അകത്ത് തന്നെ ഇതാകാനാണ് പറഞ്ഞു വിട്ടേക്കണത്. ഇപ്പോഴും പറഞ്ഞു വിട്ടേക്കണത് അധികം പുറത്തോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട്. എന്ത് തോന്നുന്നു? ഇപ്പൊ സന്തോഷം തോന്നുന്നു. ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു തിരിച്ചുവരവ്. അങ്ങനെ പ്രതീക്ഷിച്ചില്ല. എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷന് മുമ്പ്. ഇപ്പൊ എന്തോ ഭയങ്കര സന്തോഷ. ഇങ്ങനൊരു ഇത് എന്താ പുനർജന്മം എന്നാ പറയണത് എല്ലാവരും. വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ പോകും. എന്നെ മകളെ പോലെ സ്നേഹിച്ച നാട്ടുകാർക്കും ജോസഫ് മാത്യു ചേട്ടനിലൂടെ സുന്ദരമായ എന്റെ നാടിനെ തുടർന്ന് കാണുവാൻ സഹായിച്ച അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും ദൈവത്തിന്റെ കരസ്പർശമായി വന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഉൾപ്പെടെയുള്ളവർക്കും വീട്ടുകാർക്കുമായി അവൾ പ്രാർത്ഥിക്കും. മറ്റെങ്ങും പോകാറില്ലെന്നും നിറകണ്ണുകളോടെ ശ്രുതി പറഞ്ഞു. 2ാം ജന്മത്തിൽ മകളെ തിരിച്ചു തന്ന എല്ലാവർക്കും നിറഞ്ഞ നന്ദിയോടെയാണ് പിതാവ് ശശിയും അമ്മ ശാന്തയും സഹോദരിയും കഴിയുന്നത്.